بسم الله الرحمن الرحيم حميم والكتاب المبين إنا جعلناه قرآنا عربيا لعلكم تعقلون وإنه في أم الكتاب لدينا لعلي حكيم أفنضرب عنكم الذكر صفحا أن كنتم قوما مسرفين. السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه والشكر له على توفيقه وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشانه وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه. أما بعد فإن أحسن الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا ليستأذنكم الذين ملكت أيمانكم والذين لم يبلغوا الحلم منكم 3 مرات من قبل صلاة الفجر وحين تضعون ثيابكم من الظهيرة ومن بعد صلاة العشاء 3 عورات لكم ليس عليكم ولا عليهم جناح. وليس عليكم ولا عليهم جناح بعدهن طوافون عليكم بعضكم على بعض كذلك يبين الله لكم الآيات والله عليم حكيم. മാന്യ സഹോദര സഹോദരിമാരെ, മദീനവാസികളായ സദസ്യരെ, അതിഥികളെ, ശ്രോതാക്കളെ, ഞാനടക്കമുള്ള നാം ഓരോരുത്തരും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹുവിനെ, അർശിൻ്റെ ഉടമയായ നമ്മുടെ സൃഷ്ടാവിനെ സൂക്ഷിച്ച് ഭയപ്പെട്ട് അവൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പകർത്തി ജീവിക്കാൻ പാടുപെട്ടുകൊണ്ടേയിരിക്കുക. എൽമിൻ്റെ സദസ്സിൽ നിന്നിട്ട് പഠിക്കാറുള്ള വിജ്ഞാനങ്ങളെ ഓരോ ആഴ്ച തോറും കേട്ടുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തിക്കൊണ്ടേയിരിക്കുവാനും ശ്രദ്ധ ചെലുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നുള്ള രോഗമുള്ളവരുടെ രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട നമ്മുടെ ക്ലാസ് മെമ്പർമാരിൽ രോഗമുള്ളവർ, അവരുടെ സന്താനങ്ങളിലും കുടുംബങ്ങളിലും രോഗമുള്ളവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ ആരോഗ്യം നൽകട്ടെ. രോഗങ്ങളെ സുഖപ്പെടുത്തി കൊടുക്കട്ടെ. സഹോദര സഹോദരിമാരെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ
മക്കയിൽ ഡോക്ടർ ഉസാമ ഖയ്യാത്ത് സംസാരിച്ചതായ സബ്ജക്റ്റ് അൽ ഇസ്തിദാനി എന്നതായിരുന്നു. ആ ഖുതുബ വായിച്ച ശേഷം ഞാൻ വിശുദ്ധ ഫുർഖാൻ അലീം പരിശോധിച്ചു നോക്കിയപ്പോൾ 24 തവണ ഖുർആനിൽ ഇദിൻ എന്ന പദം വിട്ടുകിടക്കുന്നതായിട്ട് കണ്ടു. ഇസ്തിദാനി എന്ന വിഷയത്തിൽ 33 സഹിഹ ഹദീസും വിട്ടുകടന്നു. അപ്രകാരം 14-ൽ പരം സലഫുസ് സാലിഹീങ്ങളുടെ നിർവചനങ്ങളും വിട്ടുകിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ പ്രാധാന്യം നൽകേണ്ടതായ സബ്ജക്റ്റാണ് എന്നർത്ഥം. എന്നാൽ ഇസ്തിസാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് ഈ ക്ലാസ്സിൽ സദാ പങ്കെടുത്തുകൊണ്ട് ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിഷയം പുത്തനല്ലെങ്കിലും സാന്ദർഭോചിതമായി നമുക്ക് അത് ഓർമ്മ പുതുക്കൽ അനിവാര്യമാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇദ്നി എന്ന പദം പറഞ്ഞതിനെ നമുക്കാദ്യം പരിശോധിക്കാം. പിന്നെ മക്ക ഇമാമിലേക്ക്, അവരുടെ ഖുതുബയിലേക്ക് നമുക്ക് നീങ്ങാം. ഇദ്നി എന്ന പദം ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അനുവാദമില്ലാതെ ഇവിടെ നമുക്ക് ഭക്ഷണം, പാനീയം ഒന്നും തന്നെ നാം ഉപേക്ഷിക്കാൻ പാടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അഥവാ അള്ളാഹു സൃഷ്ടിച്ച സർവ്വതും ഹലാലാണ്, വിരോധിച്ചത് അള്ളാഹു പ്രത്യേകം എടുത്തു പറയും, അതാണ് വിരോധിക്കപ്പെട്ടത്. അതാണ് ഭക്ഷണത്തിൻ്റെ, പാനീയങ്ങളുടെ, തിന്നുന്ന സാധനങ്ങളുടെയൊക്കെ സ്ഥിതി അങ്ങനെയാണ്. എല്ലാം എന്താണ്? ഭൂമിയിൽ ഹലാലാണ്. എന്താണ് ഹറാമാവുക? അള്ളാഹ് ഇതിന് തന്നത്. അതുകൊണ്ട് അള്ളാഹു പറയുന്ന ശൈലിയുണ്ട്, ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മിർ റിസ്ഖിൻ ഫജഅൽതും മിൻഹു ഹറാമൻ വ ഹലാലാ ഖുൽ അല്ലാഹു അദിന ലക്കും അം അലല്ലാഹി തഫ്തറൂൻ. ജൂതന്മാരോടാണ് ചോദ്യം, എങ്കിലും നമുക്കും ബാധകമാണ്. നാം നിങ്ങൾക്ക് നൽകിയതായ റിസ്ഖ്, ഭൂമിയിൽ ഇറക്കി തന്നതായ റിസ്ഖ്, ആ ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ, അത് അറുത്ത് തിന്നതാവട്ടെ അല്ലാതെ തിന്നതാവട്ടെ, ഏത് രൂപത്തിലുള്ളതായിരുന്നാലും വിരോധമില്ല. അതിൽ നിന്നിട്ട് എൻ്റെ അനുവാദം എൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾ ഹറാമാക്കുകയാണോ? ഞാൻ ഹലാലാക്കിയതിനെ ഹറാമാക്കുകയാണോ? നിങ്ങൾക്ക് ആരധികാരം തന്നു? അല്ലാഹു അദിനലക്കും, അല്ലാഹ് നിങ്ങൾക്ക് അതിനുള്ള അനുവാദം തന്നിട്ടുണ്ടോ? അം അലല്ലാഹി തഫ്തറൂൻ, അല്ല നിങ്ങൾ അല്ലാഹുവിൻ്റെ മേലിൽ ഇല്ലാത്തതിനെ കെട്ടിയുണ്ടാക്കി പറയുകയാണോ? ഇതിനെൻ്റെ ഒരു ശൈലിയാണ് ഖുർആൻ ചർച്ച ചെയ്തതായ. അപ്രകാരം തന്നെ ഭീകരത ഇസ്ലാമിൽ പാടില്ല, തീരെ പാടില്ല. കൊല പാടില്ല. അപ്രകാരം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മക്ക ജീവിതത്തിൽ യുദ്ധവും പാടില്ല. യുദ്ധം മക്കയിൽ പാടില്ല. അപ്പോൾ എന്ത് വേണ്ടി വരും? അനുവാദം വേണ്ടി വരും. അനുവാദം വരുമ്പോഴല്ലാതെ നാം പകരം ചോദിക്കാൻ പാടില്ല. നാം അനുവാദം വരുന്ന മേഖലയിലല്ലാതെ പകരം ചോദിക്കാൻ പാടില്ല. നാം ശേഷികെട്ടവരും ബഹുഭൂരിപക്ഷം മറ്റു മതസ്ഥരും നാം മതേതര രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരും ഒക്കെയാണെങ്കിൽ അവിടെ നാം നോക്കേണ്ടത്, നമുക്ക് നമ്മുടെ ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളാകുന്ന നമസ്കാരം, നോമ്പ്, സക്കാത്ത്, അപ്രകാരം തന്നെ പള്ളി കെട്ടുക, അപ്രകാരം തന്നെ പ്രബോധനം ചെയ്യുക എന്നീ കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തോടു കൂടി നടത്താൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ നാം അത് ശരിക്കും ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അവിടെ നാം പൊട്ടിപ്പുറപ്പെടാനോ അവിടെ വിപ്ലവമുണ്ടാക്കാനോ അവിടെ ഭീകരന്മാരായി മാറുവാനോ പാടുള്ളതല്ല എന്നാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹ് കൂടെ ഉള്ളത് കൊണ്ട് തന്നെ മക്കയിൽ തന്നെ കൈ പൊക്കാമായിരുന്നു, മക്കയിൽ തന്നെ എറിഞ്ഞവരെ എറിയാമായിരുന്നു, മക്കയിൽ തന്നെ അടിച്ചവരെ അടിക്കാമായിരുന്നു, മക്കയിൽ തന്നെ ശകാരിച്ചവരെ ശകാരിക്കാമായിരുന്നു. പക്ഷേ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ട്രെയിനിങ് ആണ് റസൂലുള്ളാഹിന്റെ ജീവിതം.
അവർക്കത് പാഠമാണ് റസൂലുള്ളാഹിയുടെ ജീവിതം എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തില്ല? മക്കയിൽ വെച്ച് അവര് ന്യൂനപക്ഷമായത് കാരണത്താൽ, അവരുടെ കൂടെ ശക്തിയില്ലാത്തത് കാരണത്താൽ അവരവിടെ ഇത് പ്രതികാരം ചെയ്തില്ല, പ്രതിരോധ വകുപ്പുണ്ടാക്കിയില്ല, പകരം ചോദിച്ചില്ല. മറിച്ച് ആ സ്ഥലം വിട്ടോടാനാണ് പരിശ്രമിച്ചത്. ആദ്യം എത്യോപ്യയിലേക്ക് ഓടി, എന്നിട്ട് 1-2 തവണയായിട്ട് പിന്നെ അള്ളാന്റെ കൽപ്പന അനുസരിച്ചിട്ട് തന്നെ മദീനയിലേക്കാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വരുന്നത്, അവരുടെ ആദർശവുമായിട്ട് സംരക്ഷണം നേടുന്നത്. അതെ, അള്ളാഹു പറയുന്നു, ഉദീന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. ഇതിൻ ഉദീന അനുവാദം അവിടെ വരുന്നു. ഇവിടെ മദീനയിലേക്ക് എത്തിയ ശേഷം 2 വർഷം വിട്ടുകിടക്കുന്നു, മുസ്ലിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടാകുന്നു. ഏകദേശം കണക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം മദീനക്കാർ മുസ്ലിങ്ങളായി മാറുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കളായ ജൂതന്മാരും കപടവിശ്വാസികൾ ഒളിച്ചു നിൽക്കുന്ന മുസ്ലിങ്ങളായി അഭിനയിച്ചു നിൽക്കുന്നവരും ശരിക്ക് കാഫിര്യങ്ങളായി ജീവിക്കുന്നവരും കുറവല്ല. പക്ഷേ നല്ലൊരു ശതമാനം ആരാണ്? മുസ്ലിങ്ങളാണ്. എന്ന് മാത്രമല്ല, ആ സന്ദർഭത്തിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നാട് കടത്തിയതായ മക്കക്കാര് ഈ മദീനയിലും താമസിക്കാൻ സൗകര്യം ചെയ്യുന്നില്ല, അനുവദിക്കുന്നില്ല. അവിടുന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എന്തെങ്കിലും രൂപത്തിൽ ഉന്മൂലനം ചെയ്യണം, അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കണമെന്ന ആ ചിന്തയുമായിട്ട് ജീവിക്കുകയാണ് മക്കക്കാർ. അത് കാരണത്താൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാന്റെ ഭാഗത്തിൽ നിന്നിട്ട് ഓർഡർ വരികയുണ്ടായി, ഉദിന ലില്ലദീന യുഖാതലൂൻ, നിങ്ങളോട് പോരാടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന, നിങ്ങളല്ല പോരാടുന്നത്, നിങ്ങളോട് ഇങ്ങോട്ട് പോരാടപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന വിഭാഗത്തിന് അനുവാദം ലഭിച്ചിരിക്കുകയാണ്. അന്നഹും ദുലിമൂ, അവരക്രമിക്കപ്പെട്ടവരാണ്. ആര്? മുസ്ലിങ്ങൾ അക്രമിക്കപ്പെട്ടവരാണ്. അക്രമികൾ ആരാണ്? മക്കക്കാർ അല്ലേ? അക്രമിക്കപ്പെട്ടവരാണ്. അവരെ നാട് കടത്തപ്പെട്ടു, അവരുടെ എല്ലാം അവരിൽ നിന്നിട്ട് പിടിച്ചു പറിച്ചെടുക്കപ്പെട്ടു. നിങ്ങൾക്കറിയാം, അവസാനം വന്ന കൂട്ടത്തിൽ ഒരാളാണ് ആര്? സഹോദരന്മാരെ, സുഹൈബ് റൂമി ഏത് നാട്ടുകാരനാണ്? അതെന്നെ പറയുന്നുണ്ടല്ലോ, സുഹൈബു റൂമി. റൂം എന്ന് പറഞ്ഞാൽ റോമൻകാരൻ. അതെ, റോമൻകാരനായ സുഹൈബ് റൂമി മക്കയിൽ വന്നിട്ട് നല്ല ഒന്നാം കാശുണ്ടാക്കി. അറബിയുടെ ഇടയിൽ പേരും പെരുമയൊക്കെ ഉണ്ട്. അപ്പം ചിലപ്പോൾ വിദേശികളാണെങ്കിലും ഇത് നന്നായിട്ട് കാറിലൊക്കെ ഓടുകയാണെങ്കിൽ നന്നായിട്ട് അവരോട് കൂടി അവർ ജീവിക്കുമ്പോൾ ജീവിക്കാനുള്ള സൗകര്യം കിട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? സ്റ്റാൻഡേർഡൊക്കെ പോങ്ങും അല്ലേ? നമ്മളങ്ങനെ കാണാറുണ്ടല്ലോ, കോടീശ്വരന്മാരായ മലയാളികളെയൊക്കെ സൗദി അറേബ്യയിൽ കാണാറുണ്ട്. പറഞ്ഞു വരുന്നത്, അദ്ദേഹം എന്ത് ചെയ്തു? മദീനയിലേക്ക് വരാൻ തീരുമാനിച്ചു. അപ്പോഴോ അദ്ദേഹത്തിന് പിടികൂടി ആര്? മക്കക്കാർ. ഇതൊരു ഉദാഹരണമാണ്. അവർ ഒഴിവാക്കി പോയപ്പോൾ ഒന്നിനും ഒഴിവാക്കാൻ പറ്റില്ല, പരാക്രമികൾ തന്നെയായിരുന്നു ആ കൂട്ടർ. ആര്? മക്കക്കാർ എന്ന് അള്ളാഹ് പറഞ്ഞ വാക്കിന്റെ യാഥാർത്ഥ്യം. ഉദീന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു, അവരക്രമിക്കപ്പെട്ടവരാണ് എന്നത് തെളിയുന്ന ഭാഗമാണ്. സുഹൈബേ, ഞങ്ങളുടെ നാട്ടിൽ നീ വിദേശത്ത് നിന്നിട്ട് കാശുണ്ടാക്കി പോവാ, ഞങ്ങൾ വിടൂലെന്ന് പറഞ്ഞു. മൂപ്പര് ആദർശവുമായി ഓടാണ്. ആദർശം സംരക്ഷിക്കാൻ മക്കയിൽ സാധിക്കുന്നില്ല, ആദർശം നിലനിർത്താൻ സാധിക്കുന്നില്ല. പലപ്പോഴും അറിയാതെ അമ്മാർ പോലത്തവർ പറഞ്ഞു പോയി എന്നാണ്. കാഫിര്യങ്ങൾ പറയും പോലെ ഇതിൽ വല്ല അപകടമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഖുർആൻ നിർബന്ധിപ്പിക്കുകയും ഹൃദയത്തിൽ കെട്ടുറപ്പുള്ള വിശ്വാസത്തോടു കൂടി അടികൊള്ളുന്ന വേളയിൽ, മരിച്ചു പോകുമെന്ന് തോന്നുന്ന വേളയിൽ ശിർക്കിന്റെ പദം പറഞ്ഞു പോയാൽ തെറ്റില്ല എന്ന് ഖുർആൻ. ആർക്ക് വേണ്ടി? അമ്മാർ ഇബ്നു യാസിറിന് വേണ്ടി ഇറങ്ങിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ സംഭവിച്ച സംഭവങ്ങളൊക്കെ മക്കയിലുണ്ടായി. ആ സന്ദർഭത്തിലാണ് മൂപ്പരെ പിടികൂടുന്നത്. മക്കക്കാർ എവിടേക്കാ പോകുന്നത്? ഞങ്ങൾ വിടൂല. അപ്പോൾ മൂപ്പര് ചോദിച്ചു, മൂപ്പർക്ക് വേണ്ടത് എന്തല്ല? സമ്പത്തല്ല. സമ്പത്ത് മക്കത്ത് സമ്പാദിച്ചതുപോലെ മദീനയിൽ നിന്ന് സമ്പാദിക്കാമല്ലോ. ഇനി സമ്പാദിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും മഹാസമ്പാദ്യം കൂടെയുണ്ട്. അതേതാണ്? അൽ ഈമാൻ. അതിനോട് തുല്യതയുള്ളത് വേറൊന്നുമില്ല, അതുകൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം? എൻ്റെ സമ്പത്ത് മുഴുവനും എവിടെയാണെന്ന് പറഞ്ഞു തന്നാൽ നിങ്ങൾ എന്നെ വിടുമോ എന്ന് ചോദിച്ചു. ഏതിനു ശേഷം? ഭീരുത്വം കാണിച്ച ശേഷമല്ല, മറിച്ച് ധീരയോദ്ധാവായ ശേഷം. എങ്ങനെയാണ്? കയ്യിൽ
കൂടെയുള്ള സർവ്വ അമ്പുകളും എറിഞ്ഞു, എല്ലാം എറിഞ്ഞു. കൂടെയുള്ള സർവ്വ വില്ലുകൾ അമ്പുകൾ അവസാനിച്ചു. എന്നിട്ടാണ് ഇപ്പോൾ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്നെ എൻ്റെ ആദർശവുമായിട്ട് വിടാൻ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ നീ സമ്പാദിച്ച സമ്പാദ്യം എവിടെ എന്നാണ് അവരുടെ ചോദ്യം ഉടലെടുത്തത്. സമ്പാദ്യം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. അതാണ് ആക്രമിക്കപ്പെട്ടവരെന്ന് മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞത്. അതെ, മഹാനായ സുഹൈബ് അവിടെ സൂക്ഷിച്ച് എവിടെയോ കുഴിച്ചുമൂടിയതായ സമ്പത്തിനെ വരെ അവരെന്ത് ചെയ്തു? ഒഴിവാക്കിയില്ല, പിടികൂടി. അപ്പോൾ പരാക്രമികൾ അർത്ഥത്തിലും അക്ഷരത്തിലും പരാക്രമികൾ എന്നർത്ഥം. എന്തേ അവിടെ ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം പോയാൽ മതി എന്ന് പറഞ്ഞില്ല മൂപ്പർ. മക്കാരെ ഞാൻ ഇന്ന സ്ഥലത്ത് കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നീ പോയിക്കോ എന്നെന്താ പറഞ്ഞത്? ഞങ്ങളൊന്ന് ഉറപ്പിക്കട്ടെ അവിടെ ഉണ്ടോ സാധനമെന്ന് പറഞ്ഞില്ല. എന്തേ കാരണം? മുസ്ലിങ്ങൾ കളവ് പറയില്ല എന്നവർക്കറിയാം. മനസ്സിലായില്ലേ എന്നവർക്കറിയാം. അതുകൊണ്ട് അവർ അന്വേഷിച്ചതേയില്ല, പോയി കുഴിച്ചെടുത്തു സാധനം. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, നാം എവിടെയാണ് ഇപ്പോൾ? അതെ, ഈ ആയത്തിന് അർത്ഥം വെക്കുകയായിരുന്നു. മൂന്നാമത്തെ ഇനം മുഅ്ജിസാത്തുകളെ കുറിച്ച്. ഇനങ്ങൾ മാറുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും കേൾക്കുന്നവർക്ക്. അതുകൊണ്ട് മൂന്നാമത്തെ ഇനം മുഅ്ജിസാത്ത്. ഖുർആൻ പറയുന്ന ശൈലി കേൾക്കുക. നിങ്ങൾ ഇതുവരെ മക്ക ഇമാമിന്റെ പ്രസംഗത്തിലേക്ക് എത്തിയിട്ടില്ല. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയതൻ വമാ കാന ലിറസൂലിൻ അൻ യഅതിയ ബിആയത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് ലികുല്ലി അജലിൻ കിതാബ്. എന്താ പറഞ്ഞത്? ആയത്തിന്റെ പരിപൂർണ്ണ അർത്ഥം വെച്ച് കളയാം, ക്ഷീണക്കം മാറട്ടെ. ആരും ചാരിയിരിക്കുമ്പോൾ ഉറക്കം വരാം. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക. അല്ല, ഉറക്കം വരാണെങ്കിൽ ചാരിയിരിക്കരുത്, അല്ലാതെ ചാരിയിരിക്കേണ്ടതല്ല. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക. നിങ്ങൾക്ക് മുമ്പുള്ളതായ മുർസലുകളെ നാം അയച്ചു. നിങ്ങൾക്ക് മുമ്പ് ധാരാളം മുർസലുകളെ നാം അയച്ചു. വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ. അവർക്ക് സന്താനങ്ങളെയും ഭാര്യമാരെയും നാം ഉണ്ടാക്കിയിട്ടുണ്ട്. അഥവാ കഴിഞ്ഞുപോയ നബിമാരെല്ലാം കല്യാണം കഴിച്ചവരായിരുന്നു, അവർക്കെല്ലാം മക്കളുണ്ടായിരുന്നു. അതുകൊണ്ട് കല്യാണം കഴിക്കുക, മക്കൾ ഉണ്ടാക്കുക എന്നതൊക്കെ എന്തല്ല, ഒഴിവാക്കി വെക്കേണ്ട കാര്യമല്ല. അത് നബിമാരുടെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് നമുക്ക് പഠിപ്പിക്കുന്നു. ആര്? റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാൽ. നമ്മുടെ വിഷയം. ഒമാ കാന ലിറസൂലിൻ. അല്ലാഹ് നിയോഗിക്കുന്ന ഏത് ദൂതർക്കും ഉചിതമല്ല എന്ത്? അൻ യഅതിയ ബിആയത്തിൻ. ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം അവരുടെ പോക്കറ്റിൽ നിന്ന് കൊണ്ടുവരിക എന്നത്, അവരുടെ ഇഷ്ടാനുസരണം കൊണ്ടുവരിക എന്നത്, അവർ ഇച്ഛിക്കുമ്പോൾ കൊണ്ടുവരിക എന്നത്, അവരുദ്ദേശിക്കുമ്പോൾ കൊണ്ടുവരിക എന്നത് ഒരു നബിക്കും അവരുദ്ദേശിക്കുന്ന സമയത്ത് മുഅ്ജിസത്ത് ഉണ്ടാക്കി കൊടുക്കുക, അവരുദ്ദേശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കുന്ന സമയത്ത് മുഅ്ജിസത്ത് ഉണ്ടാക്കി കൊടുക്കുക. ഖുൽ സുബ്ഹാന റബ്ബി. അല്ലാഹ് പരിശുദ്ധനത്രേ, ഞാൻ അല്ലാഹുവിന്റെ ഒരു ദൂതൻ മാത്രമാണ്. അല്ലാഹ് എനിക്ക് അയച്ചു തന്നത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. അല്ലാഹ് എനിക്ക് തരുന്നതായ മുഅ്ജിസത്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നു എന്നല്ലാതെ നിങ്ങൾ ചോദിക്കും പോലെ എന്തേ അല്ലാഹ് ഗ്രന്ഥം ഇറക്കാത്തത്, എന്തേ കോണി ഉണ്ടാക്കാത്തത്, എന്തേ ആകാശത്തിലേക്ക് കയറാൻ സമ്മതിക്കാത്തത്, എന്തേ അല്ലാഹ് ഞങ്ങൾ കാണിച്ചു തരാത്തത്, ഇങ്ങനെ തെറി പറയാ, ഇങ്ങനെ തെറി ചോദ്യം ചോദിക്കാറ് മക്കക്കാരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാനും പറഞ്ഞത് നിങ്ങൾ എന്ത് പറയുക? ഞാൻ അല്ലാഹുവിൻ്റെ ദൂതൻ മാത്രമാണ് എന്നല്ലാതെ എൻ്റെ ഇഷ്ടാനുസരണം ഞാനൊന്നും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് സാധിക്കുകയില്ല. ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന വലിക്ക് കറാമത്തുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്ലിനിക്ക് സന്ദർശിക്കാം. ഇന്ന വലിക്ക് കറാമത്തുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് പോയിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ പ്രശ്നങ്ങൾ അതിലൂടെ പരിഹരിക്കപ്പെടും എന്ന് പറയപ്പെടുന്നതായ ചിന്താഗതി അനിസ്ലാമികമാണ്. ഖുർആൻ പഠിപ്പിക്കാത്തതാണ്, സുന്നത്ത് പഠിപ്പിക്കാത്തതാണ്, റസൂല് പഠിപ്പിക്കാത്തതാണ്, സഹാബാക്കൾ ചെയ്യാത്തതാണ്, 4 മദ്ഹബിന്റെ ഇമാമുകൾ ചെയ്യാത്തതും പറയാത്തതും എഴുതാത്തതുമാണ്. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? നബിക്ക് തന്നെ മുഅ്ജിസത്ത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബം മുഅജ്ജലാ. അല്ലാഹുവിന്റെ ഇല്ലാ ബിഇദ്നില്ലാ ഇല്ലാ ബിഇദ്നില്ലാഹി ലികുല്ലി അജലിൻ കിതാബ്. അർത്ഥം തന്നെയാണ്. പക്ഷേ ഈ ആയത്തിൽ ശൈലി വേറെയാണ്. എന്താ? ഇല്ലാ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ മുഅ്ജിസത്ത് കൊണ്ടുവരാൻ പറ്റുന്നതല്ല. ലികുല്ലി അജലിൻ കിതാബ്.
എന്തിവിടെ തീരുമാനിക്കുകയാണെങ്കിൽ, എന്തിവിടെ നടക്കുകയാണെങ്കിൽ ഏതിനും എന്തുണ്ട്? പ്രൂഫുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട്. എപ്പോഴുണ്ടാവണം, എങ്ങനെ ഉണ്ടാവണം, ആരിലൂടെ ഉണ്ടാവണം, എന്ത് അതിലൂടെ സംഭവിക്കണം, ഇതൊക്കെ കുറിക്കപ്പെട്ട കാര്യമാണ്. ഇഷ്ടാനുസരണം നബിക്ക് കാട്ടാൻ പറ്റുന്നതല്ല, ഒലിയിന് കാട്ടാൻ പറ്റുന്നതല്ല, ഒരു വ്യക്തിക്കും കാട്ടാൻ പറ്റുന്നതല്ല, ഒരു കണക്കപ്പിള്ളക്കും കാട്ടാൻ പറ്റുന്നതല്ല, ഒരു മലക്കിനോ ജിന്നിനോ കാട്ടാൻ പറ്റുന്നതല്ല എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നതായ തത്വം. അതെ സഹോദര സഹോദരിമാരെ, ഇനി ഇവിടുന്ന് വേറൊന്ന് പഠിക്കാം. എന്ത്? നബിമാരുടെ കയ്യാലെ ലോകം കാണുന്ന, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ലോകം കാണുന്ന സർവ മുഅ്ജിസത്തുകൾ അള്ളാന്റെ അനുവാദത്തോടു കൂടിയാണെന്ന് വെക്കുമ്പോൾ എന്തേ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ വ്യക്തി പറഞ്ഞല്ലോ, എന്ത്? ഞാൻ നിങ്ങൾക്ക് ഇത് അന ആതീക ബിഹി നിങ്ങളുടെ കണ്ണ് ചെമ്പി പൊക്കുന്നതിന് മുമ്പായിട്ട്, മടങ്ങി വരുന്നതിന് മുമ്പായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ദൂരം നോക്കി ഇങ്ങനെ മടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ സാധനത്തെ, അഥവാ രാജ്ഞിയുടെ കൊട്ടാരത്തെ, ബിൽഖീസാണ് എന്നോ അല്ലേ അത് ചർച്ച, ഇതാണ് ഇസ്രായേലി അല്ലെങ്കിൽ തഫ്സീർ ഗ്രന്ഥങ്ങളിലുള്ളതാണ്, അങ്ങനെ തന്നെ ആയിരിക്കാം അവരുടെ പേര്, പറഞ്ഞു വരുന്നത് അവരുടെ സിംഹാസനത്തെ ഞാൻ ഹാജരാക്കാം എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, സുലൈമാൻ നബി അലൈഹി സ്വലാം ചെയ്തില്ലേ, അതുപോലെ തന്നെ ബിൽഖീസ് കാട്ടിയില്ലേ, അത് അവർ കാട്ടിയതും ഇവർ ചെയ്തതൊക്കെ അത് യഥാർത്ഥത്തിൽ മനുഷ്യ കഴിവിൽപ്പെടാത്ത കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. കാരണം അള്ളാഹ് മൊത്തത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു നബിക്ക് വല്ല മുഅ്ജിസത്തും ഉണ്ടാവുകയാണെങ്കിൽ അത് അള്ളാന്റെ ഓർഡർ അനുസരിച്ച്, അള്ളാഹ് കൽപ്പിച്ചതനുസരിച്ച്, ഇന്ന വ്യക്തിയോട് നിങ്ങൾ ഇങ്ങനെ പറയൂ, അങ്ങനെ പറഞ്ഞാൽ അയാൾ ഇങ്ങനെ പറയും, അങ്ങനെ അയാൾ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക്, ഞാൻ അദ്ദേഹത്തിനും നിങ്ങൾക്കും നൽകുന്നതായ മുഅ്ജിസത്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഅ്ജിസത്താണ്, അദ്ദേഹത്തിന് കറാമത്താണ് എന്ന് പറയും പോലെ. മനസ്സിലായില്ലേ? കാരണം അള്ളാഹ് മൊത്തത്തിൽ പറഞ്ഞതാണ്. എന്ത്? അള്ളാഹ്ന്റെ അനുവാദമില്ലാതെ ഇവിടെ ഒരു മുഅ്ജിസത്തും സംഭവിക്കുകയില്ല. അപ്രകാരം തന്നെ കറാമത്തിന്റെ സ്ഥിതിയും മഹാത്മാക്കൾ മഹാത്മാക്കൾ ഉദ്ദേശിക്കുമ്പോഴല്ല കറാമത്തുണ്ടാവുക, മറിച്ച് അവരുടെ പ്രാർത്ഥന ഫലമായിട്ട് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപക്ഷെ പ്രാർത്ഥന ഫലമായിട്ട്, അല്ലെങ്കിൽ അള്ളാഹ് ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹ് ബഹുമാനിക്കാൻ, അള്ളാഹ് ആദരിക്കാൻ തീരുമാനിക്കുന്ന വേളയിൽ ഉണ്ടാക്കി കൊടുക്കുന്നു സജ്ജനങ്ങൾക്ക് എന്ത് അത്ഭുത സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ കാലേക്കുട്ടി എൻ്റെ പോക്കറ്റിൽ മുഅ്ജിസത്ത് ഉണ്ട് എന്ന, അല്ലെങ്കിൽ കറാമത്ത് എന്ന തത്വം അനുസരിച്ചിട്ട് എന്നോട് ചോദിച്ചോളി, ഞാൻ രോഗം മാറ്റി തരാം, ഞാൻ പ്രശ്നം പരിഹരിക്കാം, എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി എന്നീ തത്വങ്ങൾ പറഞ്ഞു നടക്കുന്നവര് കണക്കപ്പിള്ളമാരാണ്. അത് അവര് കരിഞ്ചന്ത നടത്തുന്നവരാണ്. അത് ഇസ്ലാമിക ശൈലിയാണ്. അങ്ങനെയുള്ളവരുടെ വീട്ടിലേക്ക് പോകരുത്. അവര് 100 കാര്യം പറയുമ്പോൾ ഒരു കാര്യം ശരിയായി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ശരിയായാലും ശരി അവരുടെ അടുക്കലേക്ക് പോകാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ. ഇനി പരലോകത്തിലേക്ക് എത്താം. ഷഫാഅത്തിനെ കുറിച്ച് നമുക്ക് പരിചയമുള്ള ഷഫാഅത്ത് ഉണ്ടല്ലോ. അല്ലാഹ് പറയുന്നു, ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ. ഖുർആൻ മനപ്പാടമാക്കിക്കോളീൻ. ഖുല്ലില്ലാഹി ഷഫാഅത്തു ജമീഅ. സർവ ഷഫാഅത്തിന് അധികാരം അള്ളാന്റെ കയ്യിലാണ്. അള്ളാന്റെ കയ്യിലാണ് ഷഫാഅത്ത്. മനസ്സിലായില്ലേ? മുൻകൂട്ടി ഇന്നാളെ കയ്യിൽ ഷഫാഅത്ത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ച്, അദ്ദേഹത്തിനോട് പ്രശ്നപരിഹാരം ചോദിച്ച്, അദ്ദേഹത്തിന്റെ ഖബറിൽ ക്യൂ നിന്ന്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ക്യൂ നിന്ന്, അദ്ദേഹത്തിന്റെ ബേക്കിൽ കൂടിയാൽ പരലോകത്തിലെത്തിക്കഴിഞ്ഞാൽ ചോദിക്കുന്നതാണ്, എവിടെ നിങ്ങൾ പറഞ്ഞ ആൾക്കാർ? അള്ളാഹ് ചോദിക്കും. ഇത് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് മിനല്ലദീന തബഉ. ഇത് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ. പിമ്പറ്റപ്പെട്ടവർ, തുടർന്ന ആള്, തുടരപ്പെട്ട ആള്. മലയാളം കട്ടിയുള്ളത് പറഞ്ഞാൽ മനസ്സിലാക്കാത്തവരും നമ്മുടെ സദസ്സിലുണ്ട്. അതുപോലെ തന്നെ കട്ടി കുറഞ്ഞു പോയല്ലോ എന്ന് ആക്ഷേപിക്കുന്നവരും നമ്മുടെ സദസ്സിലുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും പ്രതിപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിക്കൂല. മംഗലാപുരം, കാസർഗോഡ് ആ ഭാഗത്തുള്ളവർ ഞാൻ പറയുന്ന മലയാളം കുറച്ച് കട്ടി കൂടി പോവുകയാണെന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 40 കൊല്ലം മുമ്പത്തെ മലയാളമായി പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ തുടരുന്നവരും തുടരപ്പെട്ടവരായ വിഭാഗം, അഥവാ നബിമാർ, അല്ലെങ്കിൽ ഔലിയാക്കന്മാർ, അല്ലെങ്കിൽ മഹാത്മാക്കൾ, അല്ലെങ്കിൽ സാലിഹീങ്ങൾ. തുടർന്ന ആൾക്കാർ ആരാണ്? അവരെ വിളിച്ച് പ്രാർത്ഥിച്ചവർ, അവരുടെ ബേക്കിലാണ് നടന്നവർ.
അപ്പോൾ ആ തുടരപ്പെട്ടവര് ഷെറിന്റെ വിഭാഗമാണെങ്കിൽ, തിന്മയിലേക്ക് നയിക്കുന്നവരാണെങ്കിൽ, അവരെ പിന്തുടർന്നവരാണെങ്കിൽ ഈ രണ്ട് വിഭാഗവും നരകത്തിലാണ്. ഈ തുടരപ്പെട്ട വിഭാഗം നല്ലവരാണ്, തുടർന്ന വിഭാഗം വടക്കാണ്. എന്ത് കാരണത്താൽ? തുടരപ്പെട്ട വിഭാഗം ഈസ നബി അല്ലെങ്കിൽ മൊയ്തീൻ ഷേഖ് അവരൊന്നും ജനങ്ങളോട് പറഞ്ഞിട്ടില്ല എന്ത് ഞങ്ങൾ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കൂ എന്ന്. മൊയ്തീൻ ഷേഖിന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിന്റെ മകന്റെ വസിയത്തായിട്ട് പറഞ്ഞതായ ഗ്രന്ഥത്തിൽ അദ്ദേഹം അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ പറയുകയാണ്, മകനെ, നിങ്ങൾ അല്ലാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളതേ അല്ല. മനാഖിബു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനി എന്ന ഗ്രന്ഥത്തിൽ ഇത് വളരെ പ്രകടമാണ്, വളരെ വ്യക്തമാണ്. എന്ത്? എന്നോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നല്ല, അള്ളാഹിനോടല്ലാതെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ലേ ഇല്ല, ചോദിക്കാൻ പാടില്ലേ ഇല്ല. പിന്നെ എങ്ങനെ നമ്മുടെ നാട്ടിൽ പറയുന്ന എന്നെ വിളിച്ചവർക്ക് ഏതും പേടിക്കണ്ട, എന്നെ വിളിച്ചവർക്ക് ഞാൻ കാവലെന്നോവര്, വല്ല നിലത്തിന്നും എന്നെ വിളിച്ചവർക്ക് വാകൂട ഉത്തീരം നൽകും ഞാനെന്നോവർ എന്ന് കോഴിക്കോട്ട് അത്തുര തന്നിൽ പിറന്നവൻ എങ്ങനെ പാടി? അത് ഇറാനിൽ നിന്നിട്ട് വന്ന കരിഞ്ചന്തയാണ്, ഇറാഖിൽ നിന്നിട്ട് വന്ന കരിഞ്ചന്തയാണ്, ഈജിപ്തിൽ നിന്നിട്ട് വന്ന കരിഞ്ചന്തയാണ്. അത് നമ്മുടെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കാറില്ല. ഞാൻ പള്ളി ദർസിൽ സമസ്ത ഉലമാക്കളുടെ സമസ്ത നേതാക്കളുടെ പിന്നിൽ പഠിച്ചു വന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ പള്ളി ദർസ് ഞങ്ങൾ കണ്ടിട്ടില്ല, അത് പള്ളി ദർസിൽ കയറിയിട്ടില്ല, പഠിപ്പിക്കാറില്ല പണ്ട് കാലഘട്ടങ്ങളിൽ. പിന്നെയോ പട്ടണത്തിൽ ബിസിനസ്സായി നടക്കുന്നതാണ്. ബിസിനസ്സും അപ്രകാരം കാശുണ്ടാക്കാനും ഉള്ളതായ പദ്ധതികളാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യം മുസ്ലിം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമെങ്കിലും മുസ്ലിയാമാർ ഞാൻ കേരളത്തിലുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അവരുടെ വീട്ടിൽ ചെയ്യാറില്ല, ഞാനും ചെയ്തിട്ടില്ല എൻ്റെ വീട്ടിൽ. എന്തുകൊണ്ട്? തട്ടിപ്പാണെന്ന് അറിയാമെന്നതുകൊണ്ട്. പറഞ്ഞു വരുന്നത് ഈ തുടരപ്പെട്ടവർ തുടർന്നവർ ഇങ്ങനെ രണ്ട് ഇനമുണ്ട്. تقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا كرة فنتبرأ منهم كما تبرأوا منا ഞങ്ങളിൽ നിന്നിട്ട് മുക്തരായതുപോലെ മൊയ്തീൻ ഷേഖ് പറയും, റബ്ബേ, ഞാൻ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അവരോട് കൽപ്പിച്ചിട്ടില്ല, അവർ സ്വയം ചെയ്ത തെറ്റാണ്, അതുകൊണ്ട് പിടിച്ചോ അവരെ, ശിക്ഷിച്ചോ അവരെ എന്ന് പറഞ്ഞുകൊണ്ട് മൊയ്തീൻ ഷേഖ് ഒരു പക്ഷേ കൂറുമാറും, അല്ലെങ്കിൽ നബിമാര് നിർബന്ധമായും കൂറുമാറും. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ അങ്ങനെയാകുമ്പോൾ ഇവര് പെട്ടു, ആര്? വിളിച്ചവര് പെട്ടു എന്നതാണ്. അള്ളാഹു അങ്ങനെയുള്ള അപകടത്തിൽ നമ്മെ പെടുത്താതിരിക്കട്ടെ. അപ്പോൾ എവിടെ നിങ്ങൾ ഷഫാഅത്ത് ആഗ്രഹിച്ചുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ട വിഭാഗം എന്നല്ല പരിഹസിച്ച് ചോദിക്കുമെന്നാണ്. ഏത്? നിങ്ങൾ ഷഫാഅത്ത് ആഗ്രഹിച്ച് ഭൂമിയിൽ വെച്ചിട്ട് വിളിച്ച് പ്രാർത്ഥിക്കപ്പെട്ട മഹാത്മാക്കൾ എവിടെ? നിങ്ങൾക്കെന്തേ അവർ സഹായിക്കാൻ വരാത്തത് എന്ന് അവിടുന്ന് ചോദിക്കും. കാരണം അവർക്കൊന്നും സഹായിക്കാനുള്ള അധികാരം അല്ലാഹ് കൊടുത്താലല്ലാതെ ഇല്ല. അപ്പോൾ ഷഫാഅത്ത് എല്ലാം അള്ളാഹിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ആയത്തുണ്ട് ഖുർആനിൽ. ഖുർആൻ മുഴുവനും പ്രാധാന്യമുള്ളതാണ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ച ഒരു ആയത്തുണ്ട്. എന്താ ആയത്തിൻ്റെ പേര്? ഒച്ചത്തിൽ പറയാം, ആയത്തുൽ കുർസി. എന്തേ അതിനത്രയും പ്രാധാന്യം? ഈ പ്രത്യേകതയാണ് അതിലുള്ളത്. എന്ത്? അള്ളാഹിന്റെ കഴിവ് കൽപ്പ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലിമനിൽ മുൽക്കുൽ യൗം, ആരുടെ കയ്യിലാണ് ഇപ്പോൾ രാജകീയത്വം? പലരും പറഞ്ഞല്ലോ, ഞാൻ അവിടെ ഭരിക്കുന്നു, ഞാൻ ഇവിടെ ഭരിക്കുന്നു, ഞാൻ അങ്ങനെ കാട്ടും, ഞാൻ ഇങ്ങനെ കാട്ടും എന്നൊക്കെ പറഞ്ഞവരൊക്കെ ദുനിയാവിൽ ഉണ്ടായല്ലോ. അതുപോലെ തന്നെ ഞാൻ ചെയ്യും, എൻ്റെ ബേക്കിൽ കൂടിക്കോളി എന്നൊക്കെ പറഞ്ഞു നടന്നവരുണ്ടായല്ലോ. അവരൊക്കെ എവിടെ? ഇപ്പോൾ ആരുടെ കയ്യിലാണ് മുൽക്ക്, രാജകീയത്വം എന്ന് ചോദിക്കും. എന്നിട്ട് മറുപടി ആരും പറയാനില്ല. റബ്ബ് തന്നെ മറുപടി പറയും, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഖഹാറായ മഹാജബ്ബാറായ മഹാശക്തനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന്റെ കയ്യിൽ മാത്രം മാത്രം മാത്രം. അങ്ങനെയുള്ള രംഗത്ത് രക്ഷ വേണമോ? എന്നാൽ ഈ ആയത്തിൽ കുർസിയിൽ ഉൾക്കൊണ്ടതായ മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബി, ഇത് നമ്മുടെ വിഷയം.
ഇതിൻ അനുവാദമില്ലാതെ ആർക്കും എന്തില്ല? ശഫാഅത്ത് ചെയ്യാൻ പരലോകത്തിൽ അധികാരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളുടെ പ്രശ്നം പറഞ്ഞ് മുഴുവൻ ജീവിതം കഴിച്ചു കൂട്ടിയ റസൂൽ മരിച്ചു കഴിഞ്ഞ് പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അർശിന്റെ തണലിൽ സുജൂദായിട്ട് വീഴും. എന്നിട്ട് ഉമ്മത്തി ഉമ്മത്തി എന്ന് പ്രാർത്ഥിക്കുന്ന സംഭവം നമുക്കറിയും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അള്ളാഹു പറയുന്നതാണ് എന്ത്? ഇർഫഅ റഅസക സൽ തുഅത ഇശ്ഫഅ തുശഫഅ. നിങ്ങൾ തല പൊക്കുക, ചോദിക്കുക, മറുപടി തരാൻ തയ്യാറാണ്. നിങ്ങൾ ശഫാഅത്ത് ചെയ്യുക, നിങ്ങളുടെ ശഫാഅത്ത് ഇവിടെ സ്വീകരിക്കപ്പെടാൻ തയ്യാറാണ് എന്ന് അള്ളാഹ് അനുവാദം കൊടുക്കും. അപ്പോൾ ഹുദ്ദലി തഹദീദ കമാ ഫിൽ ബുഖാരിയിൽ അങ്ങനെയാണുള്ളത്. ഹുദ്ദലി തഹദീദ, കൃത്യമായി ഇത്ര പേര്, ഇന്ന ആൾക്കാരെ, ഇന്ന നാട്ടുകാരെ, നിങ്ങൾ എന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച ശിർക്ക് ചെയ്യാത്ത വിഭാഗത്തെ നിങ്ങൾ കൊണ്ടുപോയിക്കോളീൻ സ്വർഗത്തിലേക്ക് എന്ന് ഓർഡർ കിട്ടും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എവിടെയാ നാം? അതുപോലെ തന്നെ ഖുർആനിൽ നിക്കാഹിനെ കുറിച്ച് പറയുന്നു. നിക്കാഹല്ലേ, കല്യാണം കഴിക്കാത്തവരൊക്കെ ആവേശത്തിലിരിക്കും. നിക്കാഹ് എന്താ? നിക്കാഹിനെ കുറിച്ച് പറഞ്ഞത് രജിസ്റ്റർ കല്യാണം, സ്നേഹിച്ച് കല്യാണം, കോർട്ടിൽ പോയി കല്യാണം, സാക്ഷികളില്ലാത്ത കല്യാണം, ഒലിയില്ലാത്ത കല്യാണം പാടുണ്ടോ? ഇല്ല. അത് വ്യഭിചാരം. അതിന്റെ പേരെന്താണ്? വ്യഭിചാരം. പെട്ടുപോയി, അപകടത്തിൽ പെട്ടുപോയി, സ്നേഹം നടന്നുപോയി, പ്രേമം കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് അള്ളാഹ് വിടോ? ഇല്ല, പറ്റൂല. ഫൻകിഹൂഹുന്ന, നിങ്ങളെ പെൺകുട്ടികളെ നിക്കാഹ് ചെയ്ത് കൊടുക്കുക. അപ്രകാരം തന്നെ ആൺകുട്ടികളെയും. ആയത്തിൽ ആൺകുട്ടികളില്ല കേട്ടാ. ബിഇദ്നി അഹ്ലിഹിന്ന, എന്ത് വേണം? ബിഇദ്നി അഹ്ലിഹിന്ന, അവരുടെ കുടുംബത്തിന്റെ അനുവാദത്തോടു കൂടി അനുവാദം വേണം. അഥവാ വലിയില്ലാതെ അതിന് റസൂലുള്ളാഹി വിശദീകരിച്ചു. എന്ത്? ലാ നിക്കാഹ ഇല്ലാ ബി ഒലിയില്ലാതെ നിക്കാഹില്ല. മനസ്സിലായില്ലേ? ഒലിയില്ലാതെ നിക്കാഹില്ല. ഈയിടെ ഒരാൾ വിളിച്ച് ചോദിച്ചു, ഒരു പക്ഷേ അയാൾ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സദസ്സിലുണ്ടായിരിക്കാം, അല്ലാഹു അലം, ഇന്ത്യയിൽ നിന്നായിരിക്കും. ചോദിച്ചു, എവിടുന്ന് ആയിക്കോട്ടെ, പ്രശ്നം എന്താണ്? ഒരാളുടെ കുട്ടി, എങ്ങനെയോ കുട്ടി, രജിസ്റ്റർ കല്യാണത്തിലോ കുട്ടി, അയാളുടെ ആ കുട്ടി ഇപ്പോൾ വലുതായി. അപ്പോൾ എന്ത് വേണം? കല്യാണം കഴിക്കണം. അപ്പോൾ ഈ മനുഷ്യന് ഇവൻ വ്യഭിചരിച്ചുണ്ടായ കുട്ടിയാണ്, അയാൾക്ക് നിക്കാഹ് കൊടുത്തൂടെ ആ പെൺകുട്ടിയെ? ചോദ്യം എന്താ? മറുപടി കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? അയാളെ വാപ്പയല്ല, ആ പെണ്ണിന്റെ വാപ്പയല്ല. കാരണം ഈ വ്യഭിചരിക്കുന്ന പെണ്ണ് ഇയാൾ മാത്രമല്ല വ്യഭിചരിക്കുക. പൊതുവെ വ്യഭിചരിക്കുന്ന പെണ്ണ് പലരും വ്യഭിചരിക്കുന്നുണ്ടാവും. വ്യഭിചരിക്കാൻ പോകുന്നവളോടൊക്കെ പറയും നിങ്ങളെ അല്ലാതെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന്. പച്ചക്കള്ളം അല്ലേ? അതുകൊണ്ട് തന്നെ അവളുടെ കൂടെയുള്ളതായ അവളുടെ ഗർഭാശയത്തിലുള്ളതായ ആ കുട്ടി അത് മിശ്രമായിട്ട് വന്നതാണ്. ആരുടെ എന്ന് പറയാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഈ വാപ്പാൻ്റെതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇവൻ ഒലിയാവൂല. പിന്നെ എന്താ സംഭവിച്ചു? കുട്ടി ഉണ്ടാവാനുണ്ടായി. ഏതായാലും വാപ്പ തോപ ചെയ്തു. എങ്ങനെയപ്പോൾ കുട്ടീനെ കെട്ടിച്ചു കൊടുക്കുക എന്ന് രണ്ടാമത്തെ ചോദ്യം അല്ലേ? കെട്ടിച്ചു കൊടുക്കാൻ പ്രശ്നമില്ല. ഖാദിയുടെ അടുക്കൽ പോവുക, ഖാദിൻ്റെ അടുക്കൽ 2 സാക്ഷ്യമായിട്ട് പോവുക. എന്നിട്ട് ഖാദിയാണ് കെട്ടിച്ചു കൊടുക്കേണ്ടത്. സൗദി അറേബ്യ പോലത്തെ ഇസ്ലാമിക ഭരണകൂടമുള്ള നാടാണെങ്കിൽ ഇവിടുത്തെ കോർട്ടിൽ പോവുക. കോർട്ടിൽ പോയാൽ കോർട്ടിൻ്റെ ഖാദി ഇമാമിൻ്റെ നേതൃത്വത്തിൽ ഇമാമിൻ്റെ കസ്റ്റഡിയിൽ അദ്ദേഹം ഏറ്റെടുക്കും കല്യാണം കഴിച്ചു കൊടുക്കുന്ന കാര്യം. അപ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇസ്ലാമിൽ വിധിയുണ്ട് അങ്ങനെയുള്ളവർക്ക്. പക്ഷെ അയാൾ എന്താവൂല? വാപ്പയാവൂല. സഹോദരന്മാരെ, അതെ, وآتوهن أجورهن بالمعروف محصنات غير مسافحات ولا متخذات أخدان. ഇത് അഫീഫാത്തായിരിക്കണം, മുഹ്സനാത്തായിരിക്കണം. ഇത് നാം കെട്ടിച്ചു കൊടുക്കുന്ന കെട്ടുന്ന ആരായിരിക്കണം? വ്യഭിചാരം ചെയ്യാത്ത പെണ്ണായിരിക്കണം. വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിന് വ്യഭിചാരം ചെയ്യുന്ന ആണ് എന്ന് വേറെ ശൈലിയുണ്ട് ഖുർആനിൽ. അഥവാ നല്ലവർക്ക് വടക്ക് പേർ എന്ന ശൈലി, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വലാ മുത്തഖിദാത്തി അഖ്ദാൻ, ഫ്രണ്ടുകളെ ഉണ്ടാക്കാത്ത പെണ്ണുങ്ങൾ, അങ്ങനെയുള്ളവരായിരിക്കണം
എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഇദ്നി എന്ന പദം വിട്ട് കടന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞത് എൻ്റെ ശൈലിയിൽ ഞാൻ ഇദ്നി എന്ന പദം മക്ക ഇമാം സംസാരിച്ചപ്പോൾ അതിൻ്റെ മുഖവരെയെന്ന് മനസ്സിലാക്കി ഞാൻ വിശദീകരിച്ചതാണ്. ഇപ്പോൾ ഖുതുബയിൽ ഇമാം പറഞ്ഞ ഭാഗം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. നിങ്ങളുടെ വീടല്ലാത്ത അല്പ സ്പീഡ് കിട്ടും അല്ലേ? നിങ്ങളുടെ വീടില്ലാത്ത മറ്റു വീടുകളിലേക്ക് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ അവരുടെ അനുവാദം കൂടാതെ നിങ്ങൾ കടക്കാൻ പാടുള്ളതല്ല. അനുവാദമില്ലാതെ മറ്റുള്ളവരുടെ വീട്ടിലേക്ക് നിങ്ങൾ കടക്കാൻ പാടില്ല. വീട്ടിൽ ആരുമില്ലെങ്കിൽ ഫലാ തദ്ഖുലൂ, നിങ്ങൾ കടക്കരുത്. ഹത്താ യൂദന ലക്കും, നിങ്ങൾക്ക് അനുവാദം കിട്ടുന്നത് വരെ. വഇൻ ഖീല ലക്കും, നിങ്ങളോട് വീട്ടിൻ്റെ അകത്തുനിന്ന് പറയപ്പെട്ടാൽ ഇർജിഉ, മടങ്ങിപ്പോന്ന് പറയപ്പെട്ടാൽ ഫർജിഉ, നിങ്ങൾ മടങ്ങിപ്പോവുക. ഹുവ അസ്കാ ലക്കും, അതാണ് നിങ്ങൾക്ക് ഉത്തമം. വല്ലാഹു ബിമാ തഅമലൂന അലീം, നിങ്ങൾ ചെയ്യുന്നത് സർവ്വതും അല്ലാഹ് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ശ്രദ്ധിക്കണം. നാം ഒരിക്കലും നമ്മൾ ആരെങ്കിലും വീട്ടിലേക്ക് പോയാൽ പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതുമില്ല, എല്ലാവരെ കുറിച്ചല്ല കേട്ടോ, പലരും അങ്ങനെയാണ്. എന്ത് എപ്പോഴും വീട്ടിലേക്ക് ചെല്ലണം, എപ്പോഴും വാതിലിടിക്കണം, എപ്പോഴും ഫോൺ ചെയ്യണം, എപ്പോഴും സംസാരിക്കണം, ഇതൊന്നും പലപ്പോഴും കൂട്ടാക്കാറില്ല. പെരുന്നാൾ രാവിലെ ഒരു ദിവസത്തിൽ 25 ആൾ വീട്ടിലേക്ക് വന്നു. ചോദിച്ചു എന്താണ്? അപേക്ഷ എഴുതി തരണമെന്ന്. പെരുന്നാളിന് വേറെ സമയം കണ്ടൂടെ? ശ്രദ്ധിക്കണം. ഇത് വീട്ടുകാരുടെ അടുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാർ നമ്മളോട് ഇപ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് കാട്ടും? അവരുമായിട്ടുള്ള ബന്ധം മുറിക്കും. ഞാൻ പോയിട്ട് എനിക്ക് വാതിൽ തുറന്ന് തരാതെയോ? അള്ളാഹ് പറയുന്ന അങ്ങനെയല്ല. മനുഷ്യന്മാരുടെ സ്ഥിതി എപ്പോഴും ഒരുപോലെയല്ല. ചിലപ്പോൾ അദ്ദേഹം നഗ്നനായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം കുളിമുറിയിലായിരിക്കും, ചിലപ്പോൾ അദ്ദേഹം വല്ല വേറെ കാര്യങ്ങളിലായിരിക്കും, ഭാര്യയോടുകൂടിയായിരിക്കും. ആ സന്ദർഭത്തിൽ നിങ്ങളോട് പോന്ന് പറയുമ്പോൾ പോകണം. കാരണം നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളും അങ്ങനെ പറയേണ്ടി വരും, പറയും. മനസ്സിലായില്ലേ? ശ്രദ്ധിക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതായ ശൈലി. വേറെ ടൈം കൊടുക്കണം. മുൻകൂട്ടി പറയാതെ അനുവാദം ചോദിക്കാതെ എന്തിന് വരേണ്ടതെന്ന് ചോദിക്കാൻ പറ്റുന്ന കാലമല്ലല്ലോ ഇത്. ഇന്ന് മൊബൈലില്ലേ എല്ലാവരുടെ കൂടെയും. മൊബൈലിൽ വിളിച്ച് ചോദിച്ചാൽ മതി ഞാൻ വരണോ വേണ്ടേ, എന്നിട്ട് പോവാ, പ്രശ്നം തീർന്നു. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതെ, ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഞാൻ ചെന്നു. കേട്ടോളീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് ഞാൻ പോയി. എന്തിനാണ്? എൻ്റെ വാപ്പാൻക്ക് നിർബന്ധമായ കടത്തെക്കുറിച്ച് സംസാരിക്കാൻ. ഞാൻ വാതിൽ മുട്ടി, വാതിലിടിച്ചു. റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് ജാബിർ പോകുന്നു. എന്നിട്ട് വാതിലിടിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണത് എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ ജാബിർ പറഞ്ഞു, അനാ യാ റസൂലല്ലാഹ്, ഞാനാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന ഞാൻ അഥവാ വെറുത്തതുപോലെ. ആര്? റസൂലുള്ളാഹ് ആ പദം വെറുത്തതുപോലെ. സംഗതി ബുഖാരിയിലാണ്, 6250 നമ്പർ ഹദീസാണ്. സംഗതി മുസ്ലിമിലുമുണ്ട്, 2155 നമ്പർ ഹദീസാണ്. ഏത്? റസൂല് വെറുത്തതുപോലെ. അനാന്ന് പറയരുത്. എന്ത് പറയണം? എന്ത് പറയണം? ഞാൻ ഇന്ന വ്യക്തിയാണ് എന്ന് പ്രത്യേകം വ്യക്തമാക്കി പറയണം. ആൾക്കറിയില്ലല്ലോ എന്താ സാധനം എന്ന്. പണ്ടൊന്നും ഇതില്ല. ഏത്? പുറമെന്ന് അകത്തുനിന്ന് നോക്കിയാൽ പുറമെന്ന് കാണുന്ന സാധനമൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മളെ നാട്ടിൽ പണ്ട് ഒരാൾ ഇങ്ങനെ വാതിൽ പോയി വാതിലടിച്ചു എന്നാണ്. അപ്പോൾ ചോദിച്ചു ആരാണെന്ന്. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞാനാണ് മൗലവിന്ന്. നീ മൗലവി ആണെങ്കിൽ നീ എന്തിനാ എൻ്റെ അടുക്കൽ വന്നതെന്ന് ചോദിച്ചു എന്നാണ്. എന്ന മാതിരി സംഭവിച്ചാണ് കേട്ടാ. ഞങ്ങൾ കാസർഗോഡ് 80 കൊല്ലം ഇമാമായ ഒരു ഇമാമിൻ്റെ വീട്ടിലേക്ക് ചെന്ന ഒരു വ്യക്തിയുടെ കഥയാണത്. സഹോദര സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദസ്തഅദന അഹദുക്കും, നിങ്ങളോട് ആരെങ്കിലും അനുവാദം ചോദിച്ചാൽ നിങ്ങൾ എന്ത് വേണം? 3 പ്രാവശ്യമാണ് അനുവാദം ചോദിക്കുന്നതെങ്കിൽ ഫലം യഅ്ദൻ ലഹു, എന്നിട്ട് 3 പ്രാവശ്യം അനുവാദം ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിൽ അവൻ മടങ്ങട്ടെ. മനസ്സിലായില്ലേ? മടങ്ങണം.
ഈ ഹദീസ് ഫിറ്റാക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരവസരത്തിൽ അബൂ മൂസ അശ്അരിയുടെ അടുക്കലേക്കാണെന്ന് തോന്നുന്നത്, ഓർമ്മ വരുന്നില്ല, പഴയ കാലത്ത് പറഞ്ഞാണ്. അമീർ സാഹിബിൻ്റെ ഇത് ബ്രെയിലുണ്ടോയെന്ന് അറിയില്ല, പഴയ ഓർമ്മയാണ് പറഞ്ഞു വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. മിണ്ടുന്നില്ല. സലാം അലൈക്കും 2, സലാം അലൈക്കും 3 പ്രാവശ്യം റസൂൽ സലാം പറഞ്ഞു. വീട് വാതിലോർക്കുന്നില്ല, മറുപടിയില്ല. മടങ്ങിപ്പോയി. റസൂല പതിവനുസരിച്ച് പഠിപ്പിച്ചനുസരിച്ച് റസൂല മടങ്ങിപ്പോവാണ്. അപ്പോൾ വാതിലോർന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തേ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ തന്നെ തുറക്കാത്തത്? അപ്പോൾ മൂപ്പരുടെ മറുപടി, അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ വാതിൽക്കൽ നിന്നിട്ട് എനിക്ക് പ്രാർത്ഥിക്കല്ലേ, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ രക്ഷയുണ്ടാവട്ടെ, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ രക്ഷയുണ്ടാവട്ടെ, അത് കിട്ടുന്നത്ര കിട്ടട്ടെ എന്ന് ഞാൻ തീരുമാനിച്ചു. മനസ്സിലായില്ലേ? ഏതായാലും എന്ത് റസൂലുള്ളാഹി പഠിപ്പിച്ച ശൈലിയിൽപ്പെട്ടതാണ് എന്ത്? നാം അനുവാദം ചോദിക്കാതെ കടക്കാൻ പാടില്ല, അനുവാദം കിട്ടിയില്ലെങ്കിൽ മടങ്ങിപ്പോകണം എന്നതായ ഭാഗം. അതുപോലെ തന്നെ സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു ഒരാളെ അയക്കുകയുണ്ടായി പാലുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാദിയിലായിരുന്നു. വാദി എന്ന് പറഞ്ഞാൽ താഴ്വരയിലായിരുന്നു, ടെന്റിലായിരിക്കാം. അവിടുന്ന് സലാമും അനുവാദമൊന്നും കൂടാതെ പാലുമായിട്ട് മുമ്പരങ്ങോട്ട് കടന്നു ചെന്നു. സഫ്വാൻ മുസ്ലിം ആയ ശേഷമാണ്. സഫ്വാൻ മക്ക ഫത്തഹിന് ശേഷമാണല്ലോ മുസ്ലിം ആയത്, നമുക്കറിയാമല്ലോ. അങ്ങനെ ഇദ്ദേഹം കടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കേട്ടോളീൻ, ശിക്ഷണം പഠിപ്പിക്കുന്നത് ഏത്? ഉസ്താദ് തിൽമീദിന് അല്ലെങ്കിൽ അറിയുന്നവർ അറിയാത്തവർക്ക് പഠിപ്പിക്കേണ്ട ശൈലിയാണ്. വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പുറത്തു പോകാൻ പറഞ്ഞു. നമ്മൾക്ക് ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ പുറത്തു പോയതിന് ശേഷം റസൂൽ പഠിപ്പിച്ചു. എന്ത്? നീ അസ്സലാമു അലൈക്കും എന്ന് പറയുക, എന്നിട്ട് ഞാൻ കടക്കട്ടെ എന്ന് ചോദിക്കുക, എന്നിട്ട് നിങ്ങൾ കടക്കുക. മനസ്സിലായില്ലേ? അവരൊക്കെ പലപ്പോഴും ദീനിൻ്റെ വിധി അറിയാത്തത് കൊണ്ടാണ്. നാം അങ്ങനെയല്ല. നാം ഇന്നത്തെ യുഗത്തിലൊക്കെ ദീനിൻ്റെ വിധിയൊക്കെ അറിയാം, മര്യാദയൊക്കെ പഠിച്ചു വെച്ചവരാണ്. എല്ലാം നെറ്റിലുണ്ട്, എല്ലാം നമ്മുടെ മൊബൈലിലുണ്ട്, എല്ലാം നമ്മുടെ കൂടെയുണ്ട്. നമുക്കെന്താ പഠിക്കാൻ ഒരു പ്രയാസമില്ല. എന്നാലും നടപ്പാക്കൂല എന്ന് മാത്രം. നടപ്പാക്കാൻ നമ്മെ കിട്ടൂല. മറ്റുള്ള എനക്കും നിനക്കുമല്ല പല മാലോർക്കും ദീൻ ഇസ്ലാം. കേട്ട ഹദീസ് അൽബാനി സഹിയാക്കിയിരിക്കുകയാണ്. സഹിയിൽ 5976 ഹസനാക്കിയിരിക്കുകയാണ്. തുർമുദിയിലാണ് ഹദീസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിന്റെ വാതിലിന്റെ ഇടയിൽ കൂടി റസൂലുള്ളാഹിയുടെ വീട്ടിന്റെ പരിസരത്തിൽ വന്ന ഒരാൾ ഇങ്ങനെ കട്ടു നോക്കാണ്. അറിയില്ല, റസൂൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ് മൂപ്പര് കാട്ടിയത്. റസൂൽ അകത്തുണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, റസൂൽ ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യുകയായിരുന്നു? മിദ്ര കൊണ്ട് തല ചൊറിയുകയോ അല്ലെങ്കിൽ തല ചീരുകയോ ചെയ്യുകയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഈ മിദ്ര കൊണ്ട് നിങ്ങളുടെ കണ്ണിലേക്ക് ഇടിച്ചിരുന്നേനെ, നിങ്ങളെ നോക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ മുൻകൂട്ടിയെന്ന്. അപ്പോൾ ആരെങ്കിലും അനുവാദം കൂടാതെ ഒരാളുടെ ഐബിനെ, ഒരാളുടെ കുറവിനെ കട്ടു നോക്കുമ്പോൾ ആ കണ്ണ് പൊട്ടിക്കാൻ മാത്രം അർഹതയുള്ള കണ്ണാണ് നാം മനസ്സിലാക്കിയത്. എത്ര നാം അറിയാതെ മച്ചിൻ്റെ മീതെ കയറിയിട്ടോ അല്ലെങ്കിൽ കയറാതെയോ മറ്റുള്ളവരുടെ, അന്യ സ്ത്രീകളെ, അന്യ പുരുഷന്മാരെ, മറ്റുള്ളവരുടെ ഐബിനെ നാം നോക്കുന്നുണ്ട്. ഇല്ലേ? തെറ്റാണ്, പാടില്ല. ഇങ്ങനെയുള്ള ക്ലാസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള മര്യാദകളൊക്കെ നന്നായി പഠിച്ച് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും നാം രംഗത്തിറങ്ങേണ്ടതാണ്. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾ ഈ കേട്ട ഹദീസ് എവിടെയാണ്? ബുഖാരിയിൽ 6241, മുസ്ലിമിൽ 2156. മക്ക ഇമാമു ഓതിയതായ ഹദീസിൽപ്പെട്ടതാണ്. മനിസ്തമാലി ഹദീസിൻ വഹും ലഹു കാരിഹൂൻ സുബ്ബ ഫീ ഉദ്നിഹിൽ ആനിക്. ആരെങ്കിലും ഒരാളുടെ വാക്കിനെ, ഒരാൾ പറയുന്ന ചർച്ചയെ അവർക്ക് ഇഷ്ടമില്ല, നീ കേൾക്കൽ അവർക്ക് ഇഷ്ടമില്ല, നീ കട്ട് കേൾക്കാണ്. അങ്ങനെ പലരും കാട്ടാറില്ലേ? അവിടെ സമ്മേളനം നടക്കാണ്, അവർ 3 ആൾ ഇരുന്നിട്ട് ചർച്ച ചെയ്യാണ്. നിനക്കെന്ത് വേണം അവരുടെ ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് മാത്രമല്ല, അവർക്ക് ഇഷ്ടമില്ല നീ കേൾക്കൽ. ഇഷ്ടമുണ്ടെങ്കിൽ നിനക്ക് കേൾപ്പിച്ച് പറഞ്ഞിരുന്നേനെ. നിനക്ക് കേൾപ്പിക്കാതെ അവർ തനിച്ച് പറയുകയാണെങ്കിൽ അവരുടെ സ്വകാര്യ കാര്യമായിരിക്കും. ആ സ്വകാര്യ കാര്യത്തെ നീ കട്ട് കേൾക്കുകയാണെങ്കിൽ പരലോകത്തിൽ ആനുക്കൊഴിക്കുമെന്നാണ്. എന്താ ആനുക്കെന്ന് പറഞ്ഞാൽ? ഇരുമ്പിനെ ഉരുക്കി ഒഴിക്കലാണത്. എന്താ പറയൽ? ഈയം. എന്താ പേര്? ഈയം
പരലോകത്തിൽ ശിക്ഷ കേട്ടില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്കൊക്കെ ഈ തജസ്സുസ് മക്ക ഇമാം എന്ന് ഉണർത്തിയതാണ്. ലാ തജസ്സസു എന്ന ആയത്ത്. അങ്ങുമിങ്ങും ജാസൂസി പണിയെടുക്കുക. ഗവൺമെൻറ് നിർണയിച്ചതായ ആൾക്കാർ മാത്രമാണ് അതിൻ്റെ ആൾക്കാർ. നിങ്ങളല്ല ജാസൂസിൻ്റെ ആൾക്കാരല്ല. ജാസൂസ് എന്ന് പറഞ്ഞാൽ അവനെവിടെ പോയി, ഇവളോടെ പോയി, അവനെന്ത് കാട്ടി, ഇവനെന്ത് കാട്ടി, ഇതൊക്കെ ഇങ്ങനെ പരിശോധിക്കുക. ചില ആൾക്കാർ സ്പെഷ്യലിസ്റ്റാണ് എന്തിൽ? ഈ ചിക്കിക്കുത്തി നോക്കാന്ന് പറയാം. അങ്ങനെ പറയില്ല നിങ്ങൾ? ചിക്കിക്കുത്തി നോക്കാന്നാ പഴയ മലയാളമാണ്, പറയാറുണ്ടല്ലോ അല്ലേ? അപ്പൊ ചിക്കിക്കുത്തി നോക്കുക, അയാൾ എന്ത് കാട്ടുന്നുണ്ട്, എവിടേക്ക് പോകുന്നുണ്ട്, എന്നിട്ട് എന്ന് മാത്രമല്ല വെറുതെ ഒലാ തജസ്സസു ലാ യഗ്തബ് ബഅദുകും ബഅദക മുമ്പായിട്ട് ഇത് ഇന്ന ബഅദല്ലി ഇസ്മ എന്നുള്ള പറയുന്നുണ്ട്. തെറ്റിദ്ധാരണകൾ എന്നിട്ട് നല്ലൊരു ഭാഗം തെറ്റാണ്. മറ്റുള്ളവരെ കുറിച്ച് തെറ്റിദ്ധരിക്കുക. അയാൾ ഇങ്ങനെ പോകുന്ന കാണാം. അയാൾ എന്താ ഹോസ്പിറ്റലിൽ പോകുന്നത്? വല്ല നഴ്സിനെ കാണാനായിരിക്കും. എടാ നിനക്കെന്ത്, അയാൾക്ക് രോഗം ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൂടെ? അങ്ങനെ ചിന്തിക്കൂല. വെറുതെ നേഴ്സിനെ കാണാൻ ഇനി നേഴ്സിനെ കാണാൻ തന്നെ പോയി എന്നാൽ നിന്നെ ശിക്ഷിക്കുക, അവനെ ശിക്ഷിക്കുക. അവനെ അല്ല ശിക്ഷിക്കുക, നിന്നെയല്ല. നീ എന്തിനാണ് അവന്റെ കുറ്റം പറയാൻ നിൽക്കുന്നത്? കുറ്റത്തിന് വല്ല കുറവുണ്ടോ എനക്കും നിങ്ങൾക്കും? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ പട്ടികയെ അള്ളാഹു ക്ലിയറായ പട്ടികയാക്കി മാറ്റട്ടെ. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹ് പുറത്തു തന്നില്ലെങ്കിൽ നമുക്ക് അപകടമാണ്. ആരെങ്കിലും പരലോകത്തിൽ അള്ളാഹ് പരിശോധിക്കാൻ തീരുമാനിച്ചാൽ അവൻ പെട്ടു എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ചോദ്യം തന്നെ ശിക്ഷയാണ്. മഹാനായ ഈസ നബി അലൈഹി സ്വലാമിനെ ചോദിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന രംഗമുണ്ട്. ഈസ നബി നബിയാണ്, ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്. അവരെ വിളിച്ചു കൊണ്ടുവരാണ് ലോക ക്രിസ്ത്യാനികളായ റോമൻകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ യൂറോപ്പികളും അതുപോലെ തന്നെ അമേരിക്കക്കാരുമെല്ലാം നിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചത് എന്തിനാണെന്ന് ചോദിക്കും. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഖുർആൻ പറയുന്നുണ്ട്. ഈ നാട്ടിന്റെ പേരില്ല, ദുനിയാവിലുള്ള മനുഷ്യന്മാരിൽ നിന്നിട്ടാ ഈസ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ കുറിച്ച് ഖുർആൻ പറയുന്നത്. അവരെ കുറിച്ച് ഈസ നബിയോട് ജനങ്ങളോട് നീ പറഞ്ഞോ, ഉമ്മിയ നിങ്ങളെയും നിങ്ങളുടെ ഉമ്മയെയും ഇലാഹൈനി മിൻ ദൂനില്ല അല്ലാഹുവിനെ കൂടാതെ വിളിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാൻ പറഞ്ഞോ എന്ന് ചോദിക്കുന്നതാണ്. ആ ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ ആനയിച്ചുകൊണ്ട് മലക്കുകൾ അള്ളാഹിന്റെ മഹാസദസ്സിലേക്ക് ഈസ നബിയെ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട് പരലോകത്തിൽ. അത് ഓർത്തിട്ട് റസൂൽ കരയലായിരുന്നു എന്നാണ്. ആ രംഗത്തെ ഓർത്തിട്ട് അത് ഖുർആനിൽ വന്ന ഭാഗത്തെ സുബ്ഹാനല്ലാഹ് ഫവറബ്ബിക നിങ്ങളുടെ നാഥനെ തന്നെയാണ് സത്യം. ലയസ്അലന്നഹും അജ്മഈൻ അവരോട് മുഴുവനും ചോദിക്കപ്പെടും. ഒരാൾ ഒഴിവാവാതെ, ഇവിടെയുള്ള ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകുന്ന ഒരാൾ ഒഴിവാക്കാതെ അള്ളാഹ് ചോദിക്കാതെ വിടൂല പരലോകത്തിൽ. അള്ളാഹ് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, രണ്ടാളുടെ ഇടയിൽ ഗ്യാപ്പുണ്ട് എങ്കിലും ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് ഇരിക്കാൻ അനുവാദം ചോദിക്കണം. തൊള്ള കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അവിടെ അവരോട് കൈകൊണ്ടിങ്ങനെ എന്ത് ചെയ്യുക, അവരെ ഒന്ന് ഉണർത്താം. ഞാനിവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവർ സ്ഥലം ഉണ്ടാക്കി തന്നാൽ ഇരിക്കുക, സ്ഥലം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ വേറെ സ്ഥലം നോക്കുക എന്നല്ലാതെ പോയി പെട്ടെന്ന് അവർ പ്രയാസപ്പെട്ടോ അവർ ബുദ്ധിമുട്ടിയോ എന്നറിയാത്ത രൂപത്തിൽ രണ്ടാളുടെ ഇടയിൽ പോയി ഇരിക്കാൻ പാടില്ല എന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. തുർമുദിയിലുണ്ട്, അബൂദാവൂദിലുണ്ട്. അബൂദാവൂദിൽ 4844, തുർമുദിയിൽ 2752 നിങ്ങൾ കേട്ടതായ ഹദീസ്. ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിന്റെ മുമ്പിൽ നിന്ന വാർത്ത ഞാൻ അടുത്ത് പറഞ്ഞു ഇവിടെ അല്ലേ. മുമ്പിൽ നിന്നിട്ട് വിളിക്കുകയാണ്, വീട് വാതിൽ ഇടിക്കുകയാണ്, മുമ്പിലാണ്. വാതിൽ തുറക്കുമ്പോൾ കാണും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാക്കദാ ഔ ഹാക്കദാ, ഇവിടെ മാറി നിൽക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറി നിൽക്കാന്ന്. വീട്ടിന്റെ മുമ്പിൽ നിൽക്കരുത്. പണ്ടുള്ള വീട് പിന്നെ പ്രത്യേകിച്ച് വലിയ പർദ്ദയൊന്നും ഇല്ലല്ലോ, ഒരു വിരിയിട്ട് കാണും, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത്ര മാത്രമാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 30 കൊല്ലം ഇങ്ങോട്ടാണ് ഇവിടെ മദീനത്തുള്ളതായ വീടുകളൊക്കെ അടക്കാൻ തുടങ്ങിയത്. പണ്ടൊന്നും അടക്കില്ല. എൻ്റെ വീട് വരെ ഞാൻ അടക്കാറില്ല. കാരണം വീട് തുറന്നു ഇരിക്കലാണ്, രാത്രി വരെ 24 മണിക്കൂർ തുറന്നു നിൽക്കലാണ് വീട്ടിന്റെ വാതിൽ. എന്തുകൊണ്ട്? ആരും കയറൂല, ആരും പേടിയില്ല, കള്ളം കയറുമെന്ന് പേടിയില്ല. അങ്ങനെയാണ് മദീന വീടുകളുടെ സ്വഭാവം.
മനസ്സിലായില്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അനുവാദം ചോദിക്കുന്ന വ്യക്തി വീട്ടിന്റെ വാതിലിന്റെ മുമ്പിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഹാക്കഥ ഔ ഹാക്കഥ, ഒന്നിരിക്കൽ ഈ ഭാഗത്ത് മാറി നിൽക്കുക അല്ലെങ്കിൽ ഈ ഭാഗത്ത് മാറി നിൽക്കുക. ഇന്നമാ ജുഇലൽ ഇസ്തിഇദാനു ലിൽനദർ മിനൻ നദർ. എന്തിനാണ് അനുവാദം എന്ന ആയത്ത് ഖുർആനിൽ ഇറങ്ങിയത്? അത് നദറിന് വേണ്ടിയാണ് എന്ന് നബിയുനാ മുഹമ്മദ് റസൂൽ, അഥവാ കണ്ടുപോകാതിരിക്കാൻ, ഐബ് കുറവ് കണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ഒരാളുടെ വീട്ടിൽ നിന്ന് വാതിൽ പിടിക്കുമ്പോൾ അയാൾ നല്ല ഡ്രസ്സിലല്ലെങ്കിൽ പോയി നല്ല ഡ്രസ്സ് ധരിച്ച് വരും. മനസ്സിലായില്ലേ? അതിനു വേണ്ടിയാണ്. മദീനയിൽ നിങ്ങൾ നേരിട്ട് കേട്ടതായ പ്രസംഗം എന്താണ് വിഷയം? മറന്നുപോയോ? അതാ ആണല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ അദ്ദേഹം വിശദമായിട്ട് ഓരോരുത്തരും ചെയ്തതായ അതാ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയിൽ ഓശാരം എന്ന് പറയും. അങ്ങനെ മലയാളത്തിൽ പറയാൻ അറിയില്ല. ഓശാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ധർമ്മത്തിൽ കുറച്ചുകൂടി കട്ടി കൂടിയതാണ് അതാ. ധർമ്മത്തിൽ കട്ടി കൂടിയതാണ് അതാ എന്ന സബ്ജക്റ്റാണ് ഇന്ന് മദീന ഇമാം ഡോക്ടർ അബ്ദുൽ ബാരി അസ്സുബൈത്തി. എന്താ ഇമാമിന്റെ പേര്? ഡോക്ടർ അബ്ദുൽ ബാരി അസ്സുബൈത്തി. മദീനയിൽ പ്രസംഗിച്ചതായ പ്രാസംഗികൻ. അദ്ദേഹം പ്രസംഗിച്ചത് അതാ എന്ന വിഷയമാണ്. അതാ വളരെ വിശാലമായി അദ്ദേഹം ചർച്ച ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ച് ഞാൻ പറയുന്നു, എൻ്റെ ഓർമ്മയിൽ വന്നു, ഫർസഖ് പറയുകയുണ്ടായി, മാ ഖാല ലാ ഖത്തു ഇല്ലാ ഫീ തശഹുദിഹി ലൗല തശഹുദു കാനത് ലാഉഹു നഅമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യവും ലാ എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ്. ആരെങ്കിലും അത് ചോദിച്ചാൽ ലാ എന്ന് പറഞ്ഞിട്ടില്ല, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. വല്ലൊന്നും റസൂലിനോട് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ആദ്യമാണ് ഒരു നല്ല ചുവന്ന വസ്ത്രം ഏതോ ഒരു രാജാവിൻ്റെ വകയിൽ കിട്ടുന്നത്, ഓർമ്മയിൽ വരുന്നില്ല. ആ വസ്ത്രം കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുവന്ന വസ്ത്രം ഒറ്റ പ്രാവശ്യം ധരിച്ചതും അതിനു മുമ്പ് ധരിച്ചിട്ടില്ല, ശേഷം ധരിച്ചിട്ടില്ല. റസൂൽ ഒന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം ധരിച്ചു. സഹാബാക്കൾ പറഞ്ഞു, എന്തോ ഒരു രസം കാണാൻ ആ ഡ്രസ്സിൽ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അത് ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞ തന്നെ ഒരു സഹാബി ചോദിച്ചു, റസൂലെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അഴിച്ചു കൊടുത്തു, ഉടനെ തന്നെ അഴിച്ചു അദ്ദേഹത്തിന് കൊടുത്തു. നിങ്ങൾക്ക് ക്ഷമിച്ചൂടായിരുന്നില്ലേ? കുറച്ചു നേരം റസൂൽ ആസ്വദിക്കട്ടെ ആ വസ്ത്രം ധരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞല്ല, എനിക്ക് അതിൽ തന്നെ മെരിച്ചു കിടക്കണം, അതുകൊണ്ട് എനിക്ക് സാദായിട്ട് കിട്ടണം, റസൂലുള്ളാഹിന്റെ ശരീരം തൊട്ടതായ ആ വസ്ത്രമെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി എപ്പോഴും ലാ എന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് പറഞ്ഞു വന്നത്. അങ്ങനെയുള്ള അതാഇന്റെ ഉടമയാണ് ആര്? നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് മദീന ഇമാം വിവരിച്ചതാണ്. അതാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വേണം. അതുകൊണ്ട് തന്നെ എന്ന ആയത്ത് കൊണ്ടാണ് ഖുതുബ ആരംഭിച്ചത് തന്നെ, അല്ലേ? അതുപോലെ തന്നെ അതേ സൂറത്ത് കൊണ്ടാണ് നിസ്കരിച്ചതും, അല്ലേ? അതേ സൂറത്തിലൂടെയാണ് നമസ്കാരം നടത്തിയതും. അതെ. അപ്പോൾ ഒരാൾ കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു, കൊടുക്കാൻ കൽപ്പിച്ചതൊക്കെ കൊടുത്തു, ഭാര്യ കൊടുക്കേണ്ടത് കൊടുത്തു, കുട്ടികൾ കൊടുക്കേണ്ടത് കൊടുത്തു, നമ്മുടെ പരിസരത്തിൽ കൊടുക്കേണ്ടവർ കൊടുത്തു, നമ്മുടെ കുടുംബക്കാർ കൊടുത്തു, യതീംകൾക്ക് കൊടുത്തു. കൊടുക്കുക എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും കൊടുത്തു. അവൻ മുത്തഖിയായി ജീവിക്കുകയും ചെയ്തു. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ പട്ടാങ്ങാക്കി വിശ്വസിച്ചവനുമായി മാറി. എന്ത് സംഭവിക്കും? എല്ലാം എളുപ്പം സ്വർഗത്തിലേക്ക് എത്തുന്നത് വരെ അള്ളാന്റെ മലക്കുകൾ അവന്റെ കൂടെ, പേടിക്കേണ്ടതില്ല, എല്ലാം എളുപ്പമായി മാറും. നേരെ വിപരീതം, കൊടുക്കേണ്ടത് കൊടുക്കാതെ ആരെങ്കിലും ചോദിച്ചാൽ അപ്പം ദേഷ്യം. ഒരു പ്രാവശ്യം ചോദിച്ചാൽ വല്ലതും കൊടുത്തു, രണ്ടാമത് വന്നാൽ എന്താടാ വേറെ ആരുമില്ലേ ചോദിക്കാൻ. അങ്ങനെയാകുമ്പോൾ പിന്നെ ആ മരവിച്ച ചിന്താഗതി, മറ്റുള്ളവൻ പട്ടിണി കിടക്കുന്നത് നാം അറിയണം, എപ്പോഴും അറിഞ്ഞുകൊണ്ടേയിരിക്കണം. പ്രത്യേകം തണുപ്പ് അങ്ങേയറ്റം ഉത്തുംഗശൃംഗത്തിലേക്ക് എത്തിയതായ മരം കോച്ചുന്ന തണുപ്പിൽ കഴിഞ്ഞുകൂടുന്നതായ മുസ്ലിങ്ങൾ, തബൂക്കിലാവട്ടെ അതിൻ്റെ പരിസരത്തിലാവട്ടെ, മഴയിൽ പ്രയാസത്തിൽപ്പെട്ടവരാവട്ടെ, അതുപോലെ അപകടത്തിൽപ്പെട്ടതായ സിറിയയിലുള്ളതായ മുസ്ലിം സഹോദരിമാരാവട്ടെ, അവരെല്ലാം നമ്മളാൽ സാധിക്കുന്ന രൂപത്തിൽ അവരുമായി സഹകരിക്കാൻ നാം നോക്കേണ്ടതും ഒന്നുമില്ലെങ്കിൽ എന്നും അവർക്ക് വേണ്ടി നിങ്ങൾ അവരുടെ ഹിദായത്തിന് വേണ്ടി, അവർ സന്മാർഗത്തിലേക്ക് മടങ്ങാൻ വേണ്ടി, അവരുടെ ലക്ഷ്യവും
ഉദ്ദേശവും പോരാട്ടവും മത്സരവും ഖുർആനിനും സുന്നത്തിനും ഈ മതം നിലനിർത്താനും സ്ഥാപിക്കാനും വേണ്ടിയും ആവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയാണ് ഇന്ന് മദീന ഇമാമ് വളരെ ശക്തിയായിട്ട് മിമ്പറിന്റെ മീതെ വെച്ച് രണ്ടാമത്തെ ഖുതുബയിൽ പ്രാർത്ഥിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തക്കതായ അല്ലെങ്കിൽ നല്ല രൂപത്തിൽ വിജയിച്ച് ഈ മതത്തിനെ നാട്ടിൽ നടപ്പാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد بلاد الحرمين وأراد قادة بلاد الحرمين سوءا اللهم فاشغله في نفسي واجعل تدبيره تدميرا. أعز الإسلام والمسلمين وأذل الشرك والمشركين وانصرنا على القوم الكافرين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. നമ്മുടെ യാത്ര പറയാൻ പോകുന്നതായ ഹമീദ് സാഹിബിന് വീണ്ടും വരുവാനും അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രശ്നങ്ങളില്ലാതെ ഈ മതത്തെ പ്രചരിപ്പിക്കുവാനും ആരോഗ്യവും ദീർഘായുസ്സും എല്ലാം അള്ളാഹു അദ്ദേഹത്തിന് നൽകട്ടെ. നമുക്കും അതുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടുന്ന് ഉൾക്കൊണ്ടതായ ആദർശങ്ങളെയും തത്വങ്ങളെയും മരണം വരെ ഉൾക്കൊണ്ട് അത് പ്രചരിപ്പിച്ച് ജീവിക്കാനുള്ളതായ മനോധൈര്യവും അതിനുള്ള അന്തരീക്ഷവും ചുറ്റുപാടും ശാരീരിക സാമ്പത്തിക വിജ്ഞാന ഈമാനിക ശേഷിയും അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകട്ടെ. നമുക്കും ആ തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.